നമ്മുടെ മലയാളത്തിലെ തന്നെ ആദ്യത്തെ വെബ് സീരീസ് ആയിട്ടുള്ള കേരള ക്രൈം ഫയൽ സീസൺ 2 ഇന്ന് റിലീസായിരിക്കുകയാണ്. 2023 ജൂൺ 23 തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് സീസൺ. ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സീസൺ റിലീസായത്. അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടുള്ള പിടിച്ചിരുത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ ആയിരുന്നു. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ലെങ്തി ആണോ, കുറച്ച് എഴുതിക്കുന്നുണ്ടോ, അതൊക്കെ വെബ് സീരീസിൻ്റെ ഒരു ഭാഗമാണല്ലോ. വെബ് സീരീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇഴഞ്ഞൊക്കെ പോകുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും കാണിച്ച് കുറച്ച് ഇഴഞ്ഞൊക്കെ പോകും. പക്ഷേ അത് ഒരുപാട് എൻഗേജിങ് ആയിരുന്നു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ആദ്യത്തെ ഒരു വെബ് സീരീസ് ആണല്ലോ. ഇപ്പോൾ അതിൻ്റെ ഇന്ന് നമ്മുടെ ജൂൺ 20 ഇന്ന് അതിൻ്റെ സെക്കൻഡ് സീസൺ റിലീസായിരിക്കുകയാണ്. 6 എപ്പിസോഡ്, ആദ്യത്തിലും 6 എപ്പിസോഡ്, ഇതിലും 6 എപ്പിസോഡാണുള്ളത്. അപ്പം ഇന്ന് റിലീസായിട്ടുള്ള ഈ സെക്കൻഡ് സീസണിൻ്റെ പേര് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ഫോർ CPO അമ്പിളി രാജു എന്നാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ട്രിവാൻഡ്രം റൂറലിലുള്ള ഒരു CPO പോലീസുകാരനായിട്ടുള്ള അമ്പിളി രാജു, നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ കൈകാര്യം ചെയ്തിട്ടുള്ള അമ്പിളി രാജു എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണാതാകുന്നു. പുള്ളിയെ കണ്ടുപിടിക്കാൻ അവിടത്തേക്ക് പുതിയതായിട്ട് ചാർജ് എടുത്ത് വരുന്ന നോബിളും കുര്യനും അവർ ഒരു ടീം ഫോം ചെയ്യുന്നു. അവരെല്ലാവരും കൂടി അന്വേഷിക്കുന്നു. ഈ വെബ് സീരീസ് ഇത്രയും എൻഗേജിങ് ആവാനുള്ള 2 കാരണം ഇതിൻ്റെ കാസ്റ്റിങ്ങും ഇതിൻ്റെ സ്ക്രിപ്റ്റുമാണ്. സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാണല്ലോ നമുക്ക് ഒരുപാട് കൺവിൻസിങ് ആവും. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കൺവിൻസിങ് ആകാത്ത ഒരുപാട്, അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഒരു വെറൈറ്റി ക്ലൈമാക്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇതിൻ്റെ കഥ എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഇത് കഴിയുമ്പം ആലോചിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കഥ ക്രിയേറ്റ് ചെയ്യണം. സോ എന്താ പറയുക, ഇത്രയും നാൾ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നിന്ന് കുറച്ചൊക്കെ ഒരു ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഗേജിങ് ആണ്. ടീസ് കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിൽ നിന്ന് പോകാത്ത 2 കഥാപാത്രങ്ങളുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ കൈകാര്യം ചെയ്തിട്ടുള്ള അമ്പിളി രാജുവും ഹരിശ്രീ അശോകൻ്റെ അയ്യപ്പനും. ഇവർ തമ്മിൽ ഒരു സീൻ എന്തോ ഉള്ളൂ, കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സീനേ ഉള്ളൂ. പക്ഷേ ആ ഒരു സീനിൽ എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എങ്ങനെയാണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നെല്ലാം ആ ഒരു ഒറ്റ സീനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ മതി ഇവരെ മനസ്സിൽ നിന്ന് എന്താ നമുക്ക് പറിച്ചു കളയാൻ പറ്റാത്തൊരു ഇത്. ഇവരുടെ ഓരോ മാനറിസവും ഓരോ നോട്ടവും ഓരോ മൂളിച്ചയും ഇന്നത്തെ ചേട്ടൊക്കെ പൊള്ളിയാണ്. അങ്ങനെയൊക്കെ എന്താ പറയുക, കോമഡി ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞു, കോമഡി ചെയ്ത് ആ ഒരു സൈഡിലോട്ട് പോയി ഒരു സീരിയസ് റോളൊക്കെ എന്താ അടിപൊളിയായിട്ട് പുള്ളിയാണ്. പുള്ള മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓരോ മൂളിച്ചയൊക്കെ അടിപൊളിയായിട്ട്. അതാണ് സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ കഴിവും കൂടിയാണ് ഇങ്ങനെയൊക്കെ ഒരു നടൻ്റെ കഴിവ് വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. അടിപൊളി സാധനം. ഇവരുടെ ആ ഒരു അഭിനയവും സ്ക്രിപ്റ്റും എല്ലാം കൂടി അങ്ങ് വന്നപ്പം നമുക്ക് ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യണ്ട. അല്ലെ പോട്ടെ, ഇതിട്ടേച്ച് പോവാം, പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അവസാനം വരെ കണ്ടിരിക്കും. നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും മടുക്കാത്ത ത്രില്ലിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 6 എപ്പിസോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 എപ്പിസോഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ക്ലൈമാക്സ് തന്നെയാണ്. നമ്മൾ കുറച്ച് കഥകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറേ കഥകൾ സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം.